നെറ്റ്വർക്ക് തകരാറും കോൾ മുറിയലും രൂക്ഷമായതോടെ BSNL നിന്ന് ഉപഭോക്താക്കളുടെ കൂട്ടക്കൊഴിഞ്ഞുപോക്ക്. എന്നാൽ ഇതാ BSNL 60,000 പുതിയ ടവറുകൾ കൂടി സ്ഥാപിച്ച് ടെലികോം മേഖലയിൽ കരുത്തുറ്റ മത്സരം കാഴ്ചവെക്കാനൊരുങ്ങുന്നു. ഇതോടെ ഇതേ ടവറുകളിലൂടെ 5G സേവനങ്ങളും നൽകാൻ സാധിക്കും. അതേസമയം കമ്പനിയെ സ്വകാര്യവൽക്കരിക്കുമോ എന്നതിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രതികരിക്കുകയാണ്. നെറ്റ്വർക്ക് തകരാറും കോൾ തടസ്സങ്ങളും രൂക്ഷമായതോടെ BSNL നിന്ന് ഉപഭോക്താക്കളുടെ കൂട്ടക്കൊഴിഞ്ഞുപോക്ക്. 3 മാസത്തിനിടെ 1 ലക്ഷത്തിലേറെ ഉപഭോക്താക്കൾ BSNL ഉപേക്ഷിച്ച് മറ്റു നെറ്റ്വർക്കിലേക്ക് ചേക്കേറിയെന്നാണ് റിപ്പോർട്ടുകളും കണക്കുകളും പറയുന്നത്. വിളിക്കുമ്പോൾ കിട്ടാതിരിക്കുക, മറ്റൊരു കോളിലാണെന്നോ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുക, കിട്ടിയാൽ തന്നെ വേഗം കട്ടാക്കുക, 2 മിനിറ്റ് സംസാരിക്കാൻ 3-4 തവണ വിളിക്കേണ്ടി വരിക തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങളാണ് BSNL കസ്റ്റമേഴ്സ് അഭിമുഖീകരിക്കുന്നത്. നെറ്റ്വർക്ക് കിട്ടാനുള്ള പ്രയാസമാണ് രാജ്യത്തെ ഏറ്റവും വിശ്വാസമുള്ള ടെലികോം കമ്പനിയിൽ നിന്ന് ഉപയോക്താക്കളെ കൂട്ടപലായനത്തിന് പ്രേരിപ്പിക്കുന്നത്. ഇന്നിതാ പൊതുമേഖലാ സ്ഥാപനമായ BSNL സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്ന വാർത്തയും അതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി കേന്ദ്ര സർക്കാർ തന്നെ മറുപടി പറയുകയാണ്. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ലോക്സഭയിൽ BSNLുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. അതേസമയം 60,000 പുതിയ ടവറുകൾ കൂടി സ്ഥാപിച്ച് കമ്പനി ടെലികോം മേഖലയിൽ കരുത്തുറ്റ മത്സരം കാഴ്ചവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. BSNL ഉപയോക്താക്കളുടെ എണ്ണം 8.55 കോടിയിൽ നിന്ന് 9.27 കോടിയിലേക്ക് വർധന നേടിയെന്നും മന്ത്രി പറയുന്നു. ഇതുവരെ ഏകദേശം 1 ലക്ഷം 4G ടവറുകളുടെ റോൾ ഔട്ട് നടന്നു കഴിഞ്ഞു. 4G ടവറുകൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കുന്ന മുറയ്ക്ക് 5G സേവനങ്ങളും ഇതേ ടവറുകളിലൂടെ ലഭിക്കുമെന്നതാണ് പ്രതീക്ഷ. 98,000 ടവറുകൾ പ്രവർത്തനക്ഷമമാണ്. അടുത്തത് 5,000 മുതൽ 60,000 ടവറുകൾ കൂടി ഇനി സ്ഥാപിക്കാനുമുണ്ട്. അതോടെ 5G സേവനങ്ങളിലേക്ക് വേഗത്തിൽ BSNL സ്വിച്ചിംഗ് നടത്താനും സാധിക്കും. 5Gയിലേക്ക് മാറുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമല്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ മാറ്റം വരുത്തുന്നത്. ഇന്ത്യയിൽ ഒരു GB ഡാറ്റയുടെ ചെലവ് 290 രൂപയിൽ നിന്ന് 97% താഴ്ന്ന് 8 രൂപയിലും എത്തിയിരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ 5G സേവനങ്ങൾ ലഭ്യമാക്കിയ രാജ്യമാണ് ഇന്ത്യ. അതിനാൽ തന്നെ 22 മാസങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ 99.9% ജില്ലകളിലും ഈ 5G സേവനങ്ങൾ എത്തിക്കാൻ സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയിൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.